ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹമൊന്നും. ഇന്ന് അവന്റെ ശബ്ദം നിങ്ങൾക്കായി. എസ്കോൾ താഴ്വര തരുന്ന പാഠങ്ങൾ എന്ത്? സംഖ്യ 13:23. അവൻ എസ്കോൾ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കൊലയോട് പറിച്ചെടുത്തു. ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുവന്നു. ദൈവം പൂർവ്വപിതാവായ അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത കനാനിന്റെ അരികിൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട പിൻതലമുറയെത്തി. 12 ഗോത്ര തലവന്മാരെ ഒറ്റുനോക്കുവാൻ വിട്ടു. ഭൂമിയുടെ വിളയുടെ റിപ്പോർട്ടിന്റെ തെളിവായി ഒരു മുന്തിരിക്കുല 2 പേർ ചുമന്നു കൊണ്ടുവന്നു. 10 പേർ ഏറ്റവും നെഗറ്റീവായ റിപ്പോർട്ട് കൊണ്ടുവന്നു. ഈ തരത്തിലുള്ള പടം തിന്നുന്ന മനുഷ്യർ എങ്ങനെയായിരിക്കും? അനാഥന്മാർ. അവർ പണിയുന്ന പട്ടണങ്ങളോ ഉറപ്പും വലിപ്പവും. അവർ നമ്മെ വേങ്ങിക്കളയും. ഇവിടെ വിശ്വാസത്തിന്മേൽ ഭയം നിഴലിക്കുകയാണ്. യോശുവയുടെയും കാലേബിന്റെയും വിശ്വാസം ഭയത്തെ കീഴടക്കി. കാരണം അവർ മല്ലന്മാരെ കണ്ടു, തങ്ങളോട് കൂടെയുള്ള ദൈവത്തെ കണ്ടു. നമ്മൾക്ക് കഴിയില്ല, പക്ഷെ കൂടെ ഇരിക്കുന്നവരെ കൊണ്ട് കഴിയും. അവർ മിസ്രൈമിലേക്ക് തിരിച്ചു പോകുവാൻ മറ്റുള്ളവർ നേതാവിനെ തിരഞ്ഞെടുക്കാനും മോശയെ കല്ലെറിയുവാനും തീരുമാനിച്ചു. ദൈവജനത്തെ നശിപ്പിച്ചു. ദൈവം ഈ ജനത്തെയും നശിപ്പിച്ച് മോശയിലൂടെ ഒരു പുതിയ ജനതയെ വാർത്തെടുക്കാമെന്ന് പറഞ്ഞു. മോശ സമ്മതിച്ചില്ല, ദൈവത്തെ പിന്തിരിപ്പിച്ചു. ഈ ദുഷ്ട തലമുറയെ നശിപ്പിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. പിറ്റേ ദിവസം അവർ കനാൻ കീഴടക്കാൻ വാശി പിടിച്ചു. പിന്നെയും കൽപ്പന ലംഘനം. മോശ തടഞ്ഞു. ജനം അനുസരിക്കാതെ യുദ്ധത്തിനായി കയറിപ്പോയി. പരാജയം ഏറ്റുവാങ്ങി ചിന്നിച്ചിതറിക്കപ്പെട്ടു. 40 വർഷത്തിന് ശേഷം ആ തലമുറ മുഴുവൻ മരിച്ച ശേഷം യോശുവയുടെ നേതൃത്വത്തിൽ ജനം കനാൻ പിടിച്ചടക്കി. ഈ എസ്കോൾ താഴ്വര നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്താണ്? ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു. ഭയം വിശ്വാസത്തെ മരവിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. യോശുവയുടെ ദൈവം 1-ാം അധ്യായത്തിൽ അത് പറഞ്ഞതാണ്. യോശുവ 1-ാം അധ്യായം. അവിശ്വാസം വാഗ്ദത്ത നിവർത്തിക്ക് താമസം വരുത്തും. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മളെ അധികമായി സഹായിക്കുമാറാകട്ടെ.